എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നർ ലൈറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇക്കഴിഞ്ഞ മാർച്ച് 29-ന് മഹാശനിമാറ്റം നടന്ന കാര്യം ഒട്ടുമിക്ക പ്രേക്ഷകരും അറിഞ്ഞു കാണുമല്ലോ. ചില രാശിക്കാർക്ക് ഇതുവരെ അവർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് കുറച്ചധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് ഈ മഹാശനി മാറ്റത്തോടുകൂടി സംജാതമായിരിക്കുന്നത്. ഓരോ രാശിക്കാർക്കും ശനിയുടെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയാൽ ശോഭനമായ ഭാവി ഉറപ്പാക്കാം. അതുപോലെ തന്നെ മറ്റു ചില രാശിക്കാർക്ക് വരാൻ പോകുന്ന ഗ്രഹപ്പിഴകളെ മുൻകൂട്ടി മനസ്സിലാക്കി ഒരു പരിധിവരെ ദുരിതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സാധിക്കും. മഹാശനിമാറ്റം നല്ല സ്ഥാനത്തേക്കായാലും മോശം സ്ഥാനത്തേക്കായാലും ശനിയുടെ മറ്റു ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടിക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വയം വരുത്തേണ്ടതാണ്. ഇതിലൂടെ എല്ലാ രാശിക്കാർക്കും ജീവിത വിജയം ഉറപ്പാക്കാൻ സാധിക്കും. ഇതിനുവേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ടത്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പരിഹാരങ്ങൾ എന്താണ്? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് 29-ന് ശേഷം മീനം രാശിക്കാരുടെ 1-ാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റം നിങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും അച്ചടക്കവും ഉണ്ടാക്കി തീർക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു സംയമനം പാലിക്കാൻ നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. അല്പം കൂടി ഗൗരവ പ്രകൃതിയായി തീരാം. 1-ാം ഭാവത്തിലെ ശനി കൂടുതൽ ചിന്തിക്കാനുള്ള പ്രവണത വളർത്തും. ഇത് കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു സംശയവും ഭയവും അരക്ഷിതാവസ്ഥയും ഒക്കെ ഉണ്ടാക്കിയെടുക്കും. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയ്ക്കൊക്കെ കാരണമാകും. മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ 3 നക്ഷത്രക്കാർക്ക് 7ാം ശനി ജന്മശനിയിലേക്ക് എത്തുകയാണ്. മീനക്കൂറുകാർക്ക് നിങ്ങളുടെ 1-ാം ഭാവത്തിൽ നിന്ന് ശനി നിങ്ങളുടെ 3, 7, 10 ഭാവങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. ഈ 3-ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി സഹോദരങ്ങൾ, അടുത്ത ബന്ധുക്കൾ, അയൽവാസികൾ എന്നിവരുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങളിൽ നിരവധി പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തികഞ്ഞ സംയമനം പുലർത്തേണ്ടത് അത്യാവശ്യമാകുന്നു. ചില കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്നതിന് പലതവണ നിങ്ങൾക്ക് ചെറിയ യാത്രകളൊക്കെ ഈ കാലയളവിൽ ചെയ്യേണ്ടി വരും. അതുപോലെ നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ജീവിത പങ്കാളി, വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ 10-ാം ഭാവത്തിലേക്ക് കൂടി ശനിയുടെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് വിവാഹ കാര്യങ്ങളിലൊക്കെ കാലതാമസം ഉണ്ടായേക്കാം. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ജീവിത പങ്കാളിയുമായി ആശയവിനിമയത്തിലും വൈകാരിക ബന്ധങ്ങളിലും കൂടുതൽ ഈ കാലയളവിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ശനിയുടെ ഇപ്പോഴത്തെ ഈ മാറ്റം നിങ്ങളുടെ സ്വഭാവത്തിൽ ഗൗരവ പ്രകൃതിയും സംയമനവും അതുപോലെ നിസ്സംഗതയും ഒക്കെ കൊണ്ടുവന്നേക്കാം. ഇത് മറ്റു പല കാര്യങ്ങൾക്കും നല്ലതാണെങ്കിലും നിങ്ങളുടെ ബന്ധങ്ങളിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് കാരണമാകാം. അതുപോലെ തന്നെ നിങ്ങളുടെ 10-ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കർമ്മ മേഖലകളിൽ നിങ്ങൾ അല്പം കൂടി പ്രൊഫഷണൽ ആകണം, കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം എന്നാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഈ കാലയളവിൽ സ്ഥിരമായ കഠിനാധ്വാനം ആവശ്യമായി വരും. ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ കർമ്മ മേഖലകൾ, ജോലി, ബിസിനസ് എന്നിവയെല്ലാം ഈ കാലയളവിൽ മാറാനുള്ള സാധ്യതയുമുണ്ട്. മേലധികാരികൾ, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുമായി ഇടപെടുമ്പോൾ തികഞ്ഞ ശാന്തതയും സംയമനവും പാലിക്കേണ്ടത് ഈ കാലയളവിൽ വളരെ ആവശ്യമാണ്. ഈ ശനി മാറ്റത്തിൽ മീനം രാശിക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ഒന്നുകൂടി പറയാം. നിങ്ങളുടെ നിസ്സംഗതാഭാവവും
ഗൗരവ പ്രകൃതിയും അടുത്ത ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. 1-ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം അമിത ചിന്ത, സ്വയം സംശയം എന്നിവയൊക്കെ വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും വിജയത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് തന്നെ സംശയം തോന്നിത്തുടങ്ങും. ഇവയെ നിയന്ത്രിച്ച് നിർത്തുന്നതിലൂടെ നിങ്ങളുടെ കർമ്മമേഖല പുഷ്ടിപ്പെടും. അല്ലാത്ത പക്ഷം മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ എന്നിവയിലേക്കെല്ലാം ഇത് നയിച്ചേക്കാം. അച്ചടക്കവും ഉത്തരവാദിത്തവും കഠിനാധ്വാനവുമാണ് ഈ കാലഘട്ടം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതുപോലെ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികളുമായി തികഞ്ഞ സൗഹാർദ്ദം നിലനിർത്തുക. അവരോടുള്ള ഇടപെടലുകളിൽ തികഞ്ഞ സംയമനവും ശാന്തതയും ഉറപ്പാക്കുക. മീനം രാശിക്കാർ ഈ കാലയളവിൽ ചില പ്രതിവിധികൾ ചെയ്യുന്നത് നന്നായിരിക്കും. ശനി ബീജമന്ത്രം ദിവസവും ജപിക്കുക. ദിവസവും ഹനുമാനെ ആരാധിക്കുക, അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ ജപിക്കുക. വിഷ്ണു, ശിവൻ, ശാസ്താവ് എന്നിവരെ ഭജിക്കുന്നത് ഉത്തമമായിരിക്കും. നന്ദി, നമസ്കാരം.